വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനു നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ. അതിനായി ഇറാന്റെ മണ്ണിൽ സ്ഥാപിച്ച താവളങ്ങളും ഉപയോഗപ്പെടുത്തിയെന്നും റിപ്പോർട്ട്. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് വർഷങ്ങളെടുത്ത് ഇറാനിൽ രഹസ്യമായി സ്ഥാപിച്ച ഡ്രോൺ ബേസിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത്. ആളില്ലാ വിമാനങ്ങൾ പറന്നുപൊങ്ങിയതെന്നും നിരവധി ഇസ്രയേലി കമാൻഡോകൾ ഇറാനിലുണ്ടെന്നുള്ള സൈനിക വൃത്തങ്ങളുടെ അവകാശം ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഉള്ളിൽ തന്നെ ഡ്രോൺ താവളം സ്ഥാപിക്കുക, മാരക പ്രകരശേഷിയുള്ള ആയുധങ്ങളും കമാൻഡോ രാജ്യത്തേക്ക് കടത്തുക എന്നീ ലക്ഷ്യങ്ങളിൽ വർഷങ്ങളായി മൊസാദും ഇസ്രയേൽ സൈന്യവും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ടെഹ്റാന്റെ തൊട്ടടുത്താണ് മൊസാദ് ഏജന്റുമാർ ഡ്രോൺ താവളം സ്ഥാപിച്ചതെന്നും ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. ഇവിടേക്കുള്ള ഡ്രോണുകളും സ്ഫോടന വസ്തുക്കളും മറ്റുപകരണങ്ങളും വാഹനങ്ങളും എല്ലാം അതീവ രഹസ്യമായി മാസങ്ങളോളം എടുത്താണ് എത്തിച്ചത്. ഈ ഡ്രോണുകൾ ഇന്ന് പുലർച്ചെ പ്രവർത്തന സജ്ജമാക്കുകയും ഇറാന്റെ ഭൂതല മിസൈൽ ലോഞ്ചറുകളെ ആക്രമിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ മധ്യ ഇറാനിൽ വിമാനവേദ സംവിധാനങ്ങൾക്ക് സമീപവും ഇസ്രയേൽ മിസൈൽ സ്ഥാപിച്ചുവെന്നും കൃത്യസമയത്ത് ആക്രമണം നടത്തിയെന്നും സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നൂതന ചിന്ത, ധൈര്യപൂർവ്വമായ ആസൂത്രണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പ്രത്യേക സേനകൾ, ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടുള്ള ഇറാന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ എന്നിവയെ ആശ്രയിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതിനാൽ ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നദാസ് ആണവ കേന്ദ്രത്തിന്റെ നേർക്കുണ്ടായ ആക്രമണമാണ്. ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നദാൻസിലേത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായിരുന്നു ഇത്. ഇസ്രയേൽ ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാനിലെ 13 കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തത്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ മാറി ഇസ്ഫാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത്. മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി 3 നിലകളെന്ന നിലയിൽ ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നദാസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. യുഎസും ഇസ്രയേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന്റെ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാനെതിരായ സൈനിക നടപടി ഇസ്രയേൽ തുടങ്ങിയത്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയുകയായിരുന്നു ലക്ഷ്യം. ആണവായുധമുണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ അടുത്തുവെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി, സൈനിക മേധാവി മുഹമ്മദ് ബക്കേരി തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് രംഗത്തുമെത്തി. ഇസ്രയേലും ഇറാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. US ഇറാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണവ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്കാകുലനാണെന്നും ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.